ഞങ്ങൾ പോരാടുന്നത് BJP എന്ന രാഷ്ട്രീയ പാർട്ടിയോടോ മോദി എന്ന വ്യക്തിയോടോ അല്ല. ഹിന്ദുധർമ്മത്തിലൊരു വാക്കുണ്ട്, ശക്തി. ആ ശക്തിയെ ഇല്ലാതാക്കാനാണ് ഞങ്ങൾ പോരാടുന്നത്. ഇന്ത്യ മുന്നണിയുടെ നേതാവ് രാഹുൽ ഗാന്ധി ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞ വാക്കുകളാണ്. രാഷ്ട്രീയ പാർട്ടികളെ ഉപേക്ഷിച്ച് ഹൈന്ദവ ധർമ്മത്തിനെതിരെ പോരാടും എന്ന് പറയുന്ന അത്തരം ആളുകൾക്കുള്ള മറുപടി എന്താണ്? ഇവർക്കൊക്കെ മറുപടി പറയാൻ നമുക്ക് സമയമുണ്ടോ? അത്രയാ നമ്മളെ മനസ്സിലാക്കുന്നത്. ഇവർക്കൊക്കെ മറുപടി പറയാൻ വേണ്ടിയിട്ട് ഒരു പ്രമാണഭൂതന്മാർക്കല്ലേ നമ്മൾ മറുപടി പറയേണ്ട ആവശ്യമുള്ളൂ. പ്രമാണഭൂതരല്ലാത്തവർക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആളാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിക്കും. കാരണം അദ്ദേഹത്തിന് എതിർക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ഹിന്ദു ധർമ്മത്തിൻ്റെ ശക്തിയെ നശിപ്പിക്കാൻ പരിശ്രമിക്കുന്ന ഒരാളെയും നമ്മൾ ബഹുമാനിക്കും. എപ്പോൾ? അയാൾക്ക് വ്യക്തിത്വമുണ്ടെങ്കിൽ, അയാൾക്ക് നിലപാടുണ്ടെങ്കിൽ. എത്രയോ യുക്തിവാദി നേതാക്കന്മാരുമായി അങ്ങേയറ്റം സൗഹൃദ ബന്ധമുള്ള ആളാണ് നമ്മൾ. എത്രയോ നിരീശ്വരവാദ നേതാക്കന്മാരുമായിട്ട് നമുക്ക് സൗഹൃദ ബന്ധമുണ്ട്. കാരണം അവർക്ക് അവരുടെ നിലപാടുണ്ട്. നിലപാടുള്ളവരെ ബഹുമാനിക്കും നമ്മൾ. മറ്റതിനെന്താ? പിറ്റേന്ന് ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ ത്രിപുണ്ഡ്രവും തൊട്ട് ചന്ദനവും തൊട്ട് കുങ്കുമവും തൊട്ട് ഇതേ അമ്പലത്തിൽ പോവും, വീണ് ഉരുളും, അപ്പുറത്ത് പോയി മസ്ജിദിൽ പോയിട്ട് ഉരുളും, അപ്പുറത്ത് പോയി ചർച്ചിൽ പോയി ഉരുളും. വ്യക്തിത്വം ഇല്ലാത്തവരെ കുറിച്ച് നമുക്കെന്ത് പറയാനാണ്? അതുകൊണ്ട് അവരെന്ത് പറഞ്ഞാലും പ്രമാണവിത്തുക്കളല്ല. പ്രമാണവിത്തുക്കളല്ലാത്തവരുടെ അഭിപ്രായ പ്രകടനങ്ങളെ നമ്മൾ മാനിക്കേണ്ടതും ഇല്ല. ഇതാണ് മറുപടി. അതുകൊണ്ട് ശക്തിയെ നശിപ്പിക്കാൻ നോക്കട്ടെ. അത് എല്ലാ കാലവും ഉള്ളതല്ലേ. ശുംഭനിശുംഭന്മാർ നോക്കിയില്ലേ? ചണ്ടമുണ്ടന്മാർ നോക്കിയില്ലേ? മധുകൈടവന്മാർ നോക്കിയില്ലേ? ഒക്കെ ശക്തിയെ നശിപ്പിക്കാനല്ലേ നോക്കിയത്. ശ്രമിക്കട്ടെ, നല്ലതാണ്, വിരോധമൊന്നുമില്ല.